Hi, welcome to the video. നമ്മുടെ ഇന്നത്തെ വീഡിയോ KSRTC മാമലക്കണ്ടം വഴി സർവീസ് നടത്തുന്ന ട്രിപ്പുകൾ ഏതൊക്കെയെന്നാണ്. മെയ് മാസം മെയ് 2024 ഈ വെക്കേഷൻ ടൈമിൽ മാമലക്കണ്ടം എന്ന് പറയുമ്പോൾ നമുക്കറിയാം പഴയ രാജപാതയാണ്. അപ്പോൾ അതുവഴി KSRTC സർവീസ് നടത്തുന്ന ഏതൊക്കെ ഡിപ്പോയിൽ നിന്നാണ് മാമലക്കണ്ടം വഴി മൂന്നാർ കണക്ട് ചെയ്ത് ഉള്ള സർവീസസ് ചാർട്ട് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള പോലെ KSRTCയുടെ ഇപ്പോൾ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് യുണീക്ക് ആയിട്ടുള്ള ട്രാവൽ എക്സ്പീരിയൻസ് ആയിരിക്കും. രണ്ട്, നമുക്ക് സേഫറായിട്ട് പോയിട്ട് വരാം. ഒറ്റയ്ക്കാണെങ്കിൽ പോലും സേഫറായിട്ട് എത്ര ദൂരം വേണമെങ്കിലും പോയിട്ട് വരാം. പിന്നെ കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് പോയിട്ട് വരാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. മെയ് 1 എറണാകുളം, ഞാനിവിടെ ബസ് ടൈപ്പും എത്ര പാസഞ്ചർ ആണെന്നുള്ളതെല്ലാം ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഞാൻ എല്ലാം പറയുന്നില്ല, ജസ്റ്റ് ഡിപ്പോയുടെ പേര് മാത്രം പറഞ്ഞു പോവുകയാണ്. ഇത് കഴിഞ്ഞിട്ട് കോൺടാക്ട് നമ്പർ കൂടി കാണിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ആ നിയറസ്റ്റ് ആയിട്ടുള്ള ഡിപ്പോയിൽ വിളിച്ചിട്ട് നിങ്ങളുടെ സ്ലോട്ട് ഉറപ്പിക്കാൻ പറ്റും. അപ്പം എറണാകുളത്ത് നിന്നാണ് ആദ്യത്തെ ബസ് ചാർട്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ നോർത്ത് പറവൂർ ഡിപ്പോയിൽ നിന്നുണ്ട്. മെയ് 1 സർവീസസ് ആണ്. മെയ് 1 ആലുവ ഡിപ്പോയിൽ നിന്ന് നോർത്ത് പറവൂർ, കോതമംഗലം. അത് കഴിഞ്ഞ് പിന്നെ മെയ് 4 വന്നിട്ട് ആലുവ, കോതമംഗലം ഡിപ്പോകളിൽ നിന്നാണ്. ആലുവയിൽ നിന്നും കോതമംഗലത്തു നിന്നുമാണ്. മെയ് 5 ചെങ്ങന്നൂർ, എറണാകുളം, നോർത്ത് പറവൂർ, കോതമംഗലം, വൈക്കം ഡിപ്പോളിൽ നിന്നാണ് മെയ് 5 മാമലക്കണ്ടം വഴി ചാർട്ട് ചെയ്തിരിക്കുന്നത്. മെയ് 7 എറണാകുളം മാത്രമാണ് മെയ് 7. മെയ് 10 കിളിമാനൂർ, മെയ് 11 വെഞ്ഞാറമൂട്, ആലുവ, അങ്കമാലി, പിറവം, കോതമംഗലം. മെയ് 12 ആലപ്പുഴ, ഹരിപ്പാട്, കായംകുളം, എറണാകുളം, നോർത്ത് പറവൂർ, ആലുവ, കൂത്താട്ടുകുളം, കോതമംഗലം, പാല ഡിപ്പോളിൽ നിന്നാണ്. മെയ് 14 എറണാകുളം ഡിപ്പോയിൽ നിന്നും ഉണ്ട്, മാമലക്കണ്ടം വഴി സർവീസ് ഉണ്ട്. മെയ് 17 ചേർത്തല, മെയ് 18 ചെങ്ങന്നൂർ, കോതമംഗലം, മെയ് 19 ആലുവ, അങ്കമാലി, ചങ്ങനാശ്ശേരി. മെയ് 20 കോതമംഗലം, 21 കോതമംഗലത്തു നിന്നുണ്ട്. 22 നോർത്ത് പറവൂർ, 24 കോതമംഗലം, 25 എറണാകുളം, കോതമംഗലം, 26 കായംകുളം, ആലുവ, തിരുവല്ല, 31 കോതമംഗലം. അപ്പോൾ ഇത്രയും ഡിപ്പോകളിൽ നിന്നാണ് മാമലക്കണ്ടം വഴി സർവീസ് KSRTC ചാർട്ട് ചെയ്തിരിക്കുന്നത്. ഈ മെയ് മാസം വെക്കേഷൻ ടൈമിൽ 2024 മെയ് മാസത്തിൽ ചാർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എത്രയും നേരത്തെ നിങ്ങൾ വിളിച്ച് നിങ്ങളുടെ സീറ്റ് ബ്ലോക്ക് ചെയ്യുക. കാര്യം വെക്കേഷൻ ടൈം ആയതുകൊണ്ട് തന്നെ നേരത്തെ സീറ്റ്സ് എല്ലാം ഫില്ലായി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ സീറ്റ്സ് ഉറപ്പിക്കുക. അപ്പം ഞാൻ കൂടുതലും ഇതുപോലുള്ള എല്ലാവർക്കും ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോസ് കൂടുതലും കിട്ടുന്ന ഇൻഫർമേഷൻ അനുസരിച്ച് നമുക്ക് കൂടുതൽ ഇതിനകത്തേക്ക് ഷെയർ ചെയ്യാൻ ശ്രമിക്കാം. ഈ ചാനൽ ഷെയർ ചെയ്യാൻ ശ്രമിക്കാം. അപ്പോൾ ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.